ലെബനനും ഇസ്രയേലും അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വാഷിംഗ്ടണിൽ വെച്ച് ഒപ്പിട്ട കരാർ തള്ളിയിരിക്കുകയാണ് ഹിസ്ബുള്ള തലവൻ നയീം ഖാസിം. ഈ കരാർ അസാധുവാണെന്നും ലെബനന്റെ പരമാധികാരം ഇസ്രയേലിന് മുന്നിൽ അടിയറവ് വയ്ക്കുന്ന അപമാനകരമായ നീക്കമാണിതെന്നും ഹിസ്ബുള്ള തലവൻ പറയുന്നു. വാഷിംഗ്ടണിൽ നടന്ന 5ാം വട്ട ചർച്ചയ്ക്കൊടുവിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഈ ധാരണയിലെത്തിയത്. പ്രതിസന്ധിയിലായ രാജ്യത്തിന്റെ അതിജീവനത്തിനുള്ള ചരിത്രപരമായ വഴിത്തിരിവായി ചില പ്രാദേശിക ഉദ്യോഗസ്ഥർ ഈ കരാറിനെ കാണുമ്പോൾ ഇത് ഇസ്രയേലിന്റെ താൽപര്യങ്ങൾക്ക് മാത്രമുള്ള ഏകപക്ഷീയമായ കീഴടങ്ങലാണെന്നാണ് ചില വിമർശകർ വാദിക്കുന്നത്. ഇസ്രയേൽ സൈന്യം ലെബനനിൽ നിന്ന് പിന്മാറുന്നതിന് പകരമായി ഹിസ്ബുള്ള ആയുധം ഉപേക്ഷിക്കണമെന്ന കരാറിലെ വ്യവസ്ഥയെ ഖാസിം ശക്തമായി തന്നെ എതിർത്തു. ഇത് എല്ലാ രേഖകളും ലംഘിക്കുന്ന അപകടകരമായ നിർദ്ദേശമാണെന്നും ഇത്തരം ഒരു നീക്കം ലെബനനെ ഇസ്രയേലിന്റെ കൈകളിലെ ഒരു കളിപ്പാവയായി മാറ്റുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ആയുധങ്ങൾ കൈവിടുന്നത് രാജ്യത്തെ വിദേശ അധിനിവേശത്തിന് മുന്നിൽ കൂടുതൽ ദുർബലമാക്കുമെന്നാണ് പ്രതിരോധ ഗ്രൂപ്പിന്റെ നിലപാട്. നിലവിലെ കരാറിന് പകരം നിലവിലുള്ള ഇറാൻ-അമേരിക്കൻ ധാരണാപത്രം അനുസരിച്ചുള്ള ഇസ്രയേൽ പിന്മാറ്റമാണ് നടപ്പിലാക്കേണ്ടതെന്നും പ്രാദേശിക സ്ഥിരത ഇതിലൂടെയാണ് കൈവരിക്കേണ്ടതെന്നും ഹിസ്ബുള്ള ആവശ്യപ്പെട്ടു. കരാറിലൂടെ ഇസ്രയേലിന്റെ അധിനിവേശത്തിന് ലെബനൻ സർക്കാർ നിയമസാധുത നൽകുകയാണെന്നും ഇത് ഭാവിയിൽ ലെബനീസ് ഭൂമി ഇസ്രയേലിനോട് ചേർക്കാൻ ഇടയാകുമെന്നും ഹിസ്ബുള്ള കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. കരാർ ഒപ്പിട്ടതിന് തൊട്ടു പിന്നാലെ ശനിയാഴ്ച ദക്ഷിണ ലെബനനിലെ നബാത്തിയ അൽ ഫൗക്കയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. മാർച്ച് 2 മുതൽ ആരംഭിച്ച ശക്തമായ സൈനിക നീക്കങ്ങളിൽ ഇതുവരെ 4246 പേർ കൊല്ലപ്പെടുകയും 12190 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് ലെബനൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പറയുന്നത്. ലെബനനിൽ കടുത്ത നാശനഷ്ടങ്ങൾ വിതച്ച തീവ്രമായ സംഘർഷങ്ങൾക്ക് ശേഷമാണ് ഈ ആഭ്യന്തര രാഷ്ട്രീയ ഭിന്നത രൂക്ഷമായിരിക്കുന്നത്. ബെയ്റൂട്ടിൽ കരാറിനെതിരെ ഹിസ്ബുള്ള അനുകൂലികൾ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രതിഷേധക്കാർ ടയറുകൾ കത്തിക്കുകയും വിമാനത്താവളത്തിലേക്കുള്ള റോഡുകൾ ഉപരോധിക്കുകയും ചെയ്തു. ക്രമസമാധാന നില പാലിക്കണമെന്ന് ലെബനൻ സൈന്യം ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹിസ്ബുള്ള നിരായുധീകരിക്കപ്പെടുന്നതുവരെയും അതിനുശേഷവും സുരക്ഷിതമായ അതിർത്തികൾക്കായി ഇസ്രയേൽ സൈന്യം ദക്ഷിണ ലെബനനിൽ തുടരുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയിട്ടുണ്ട്. വാഷിംഗ്ടണിലെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് നടന്ന ചർച്ചകൾക്ക് പിന്നാലെ ലെബനീസ് അംബാസിഡർ നാഥ മൊവോദും ഇസ്രയേൽ അംബാസിഡർ യഹിയേൽ ലൈറ്ററുമാണ് അമേരിക്കയുമായി ചേർന്ന് ത്രികക്ഷി രേഖയിൽ ഒപ്പുവെച്ചത്. ഹിസ്ബുള്ള ആയുധം വെച്ച് കീഴടങ്ങിയില്ല എങ്കിൽ ഇസ്രയേൽ സൈന്യത്തിന് തെക്കൻ ലെബനനിൽ അധിനിവേശം തുടരാൻ ഈ കരാർ അനുമതി നൽകുന്നുണ്ടെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. യുദ്ധസമയത്ത് ഇസ്രയേൽ സൈന്യം പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ നിന്ന് അവർ പിന്മാറുന്ന 2 പൈലറ്റ് സോണുകളിൽ തുടങ്ങി പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ലെബനൻ സൈന്യത്തിന് ഈ കരാർ അനുവാദവും നൽകും. ലെബനന്റെ പരമാധികാരം പുനഃസ്ഥാപിക്കുന്നതിനുള്ള പാതയിലെ ആദ്യ പടിയെന്നാണ് ലെബനീസ് പ്രതിനിധി മൊവാദ് കരാറിനെ വിശേഷിപ്പിച്ചത്. എന്നാൽ ഈ കരാറിലൂടെ ലെബനൻ ജനതയ്ക്ക് തങ്ങളുടെ ഭൂമിയിലേക്ക് മടങ്ങിവരാനും മറ്റൊരു പങ്കാളിയുമില്ലാതെ പരമാധികാരം സ്ഥാപിക്കാനും സാധിക്കണമെന്ന് ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഫൗൺ പറഞ്ഞു. അമേരിക്കയുടെ നേതൃത്വത്തിൽ ത്രികക്ഷി മിലിറ്ററി കോർഡിനേഷൻ ഗ്രൂപ്പ് രൂപീകരിച്ച് കരാർ നടപ്പാക്കും. അടിയന്തര മാനുഷിക സഹായമായി $10 കോടി ലെബനീസ് സൈന്യത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി $3 കോടിയിലധികം അമേരിക്ക നൽകുമെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. അതേസമയം ലെബനനിലെ ചരിത്രപ്രധാനമായ പൈതൃക കേന്ദ്രങ്ങൾ ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. യുനെസ്കോയുടെ സംരക്ഷണ പട്ടികയിലുള്ള ടൈർ നഗരത്തിലെ പുരാതന തൂണുകളുടെ മുകൾ ഭാഗം ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്നു. മംലൂക്ക് കാലഘട്ടത്തിന്റെ നബാത്തിയ നഗരത്തിന്റെ വിപണി കേന്ദ്രവും ഇസ്രയേൽ ആക്രമണത്തിൽ തകർക്കപ്പെട്ടു. 4 മാസത്തോളം നീണ്ടുനിന്ന ഇസ്രയേൽ വ്യോമാക്രമണത്തിലും കരയുദ്ധത്തിലും ദക്ഷിണ ലെബനനിലെ നിരവധി ചരിത്ര സ്മാരകങ്ങളും ആരാധനാലയങ്ങളും തകർക്കപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.